ആ എത്തിയില്ലോ ഭാഗീരഥി പിള്ളേ. എന്തോ അപ്പൊ എത്തി. കടുങ്കാപ്പി ഒന്നുകൂടെ എടുത്തോളൂ. അപ്പോ എടാ അപ്പോ എണീക്കാൻ. ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സത്രേ? വയസ്സോ? അല്ല ഓ സമയത്രേ? മണി 7 കഴിഞ്ഞു. അയ്യോ തോട്ടത്തിൽ മരുന്ന് കളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. 2 ചാക്കുമുട്ട ഇറക്കിട്ടോ. നീ ഈ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ ആ 2 ചാക്കുമുട്ട ഇറക്കിട്ടെ. ഇതെന്തിനാ ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ കൊള്ളാല്ലേ? ഇത് എന്റെ വീട് തന്നെ അല്ലേടാ, ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കൊടടാ. അങ്ങോട്ട് 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 അങ്ങോട്ട്. എന്തീ കാട്ടണേ? കൊണ്ടുപോയി വെക്കടാ. അമ്മവാ. ഓ അയ്യോ, ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടോ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലെ അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ 2ാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അത് അവൻ വില തന്നു വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവനിത്തിരി നന്ദി കാണിച്ചാൽ നിനക്കെന്താടാ പന്നി ഇത്ര ദണ്ണം? പോയി മറ്റേ എടുത്തോടാ. എണ്ണയുടെയും കുഴമ്പിന്റെയും കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ഓർത്തു. മനഃപൂർവ്വം പറയാഞ്ഞതാ അപ്പോ. നീ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കണ കാണുമ്പോ എനിക്ക് സങ്കട. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ അമ്മയും അമ്മായിയും ഞാൻ 2ആയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. ആ അമ്മു സീതയ്ക്ക് എന്തി? അമ്മ ചേച്ചി 2 തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ. അതിപ്പോ നനച്ചിട്ടെന്തിനാ? അതിൽ പൊന്നു വിളയോ? കിട്ടിയോ? ആ ചോളിയോ ലാച്ചയോ? അതൊന്നുമല്ല, ചുടിദാറാ. നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ വന്നെ മൂച്ച് കാണിക്കാനല്ലേ? അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി അറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നും അല്ല, ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി തന്നത്. ആരെങ്കിലും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിൽ ഇങ്ങനൊന്നും പറയരുത്. അപ്പോ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചുരിദാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ പറഞ്ഞ മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാണ്ട്. കട്ടവണ്ടി കട്ടവണ്ടി നമ്മാച്ച കാളവണ്ടി. മായ അവിടെ ഇല്ല. അവള് നിന്റെ വീട്ടിലാ. അമ്മ അവിടെ തനിച്ചേ ഉള്ളെന്ന് പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി. എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്നൊന്ന് തെളിച്ചിട്ട് വരാം. അല്ല, അവൻ അത്രയ്ക്കും ടാറ്റയോ ബിർലയോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈ നീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണിത്. കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നാഥല്ലാണ്ടാവും. ഛേ, ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പ തോലുരിയ നീ എന്താ വല്ല പാമ്പോ സർപ്പമറ്റാണോ? രാവകലോളം അവന്റെ കൂടെ നടന്നിട്ട് ഇത്തിരി സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ? എന്താ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനേ
പാതാള ഭൈരവിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞോടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം. നിക്കടാ അവിടെ. ഞാൻ ഇടിക്കൂട്ടോ. നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇടിയല്ല, അരിടി. അപ്പുന്നമ്മ ഞാൻ പിന്നെ ഒന്ന് ഇടിച്ചേട്ടാ. അല്ല, ഈ നേരം വരെ ഈ വീട്ടിലൊരു കട്ടൻ കാപ്പി പോലും ആയില്ലേ? ദാ ഇപ്പൊ കൊണ്ട്. അമ്മയാവുന്ന എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അപ്പോ എന്തോ അവളകത്തില്ല. ആര്? അയ്യോ പാവം, അധികം വിളച്ചെടുക്കല്ലേ. പിന്നെ എവിടെ പോയി? ആര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അധികം വിളിച്ചെടുക്കല്ലേ? കൊറേ കടക്കാച്ചി പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കാളും ചെറിയ കുട്ടിയെന്നാ വിചാരം. അവള് തുള്ളിച്ചാടി നടക്കട്ടെ. അതിന് അമ്മയ്ക്ക് എന്താ? അമ്മായിമ്മ പോരി ഇപ്പോഴേ തുടങ്ങിയില്ലേ? പോടാ അവിടുന്ന്. ഞാൻ അവളെ ഒന്ന് കണ്ടു ചേരാം. ആ ഒന്ന് വേഗം ആവട്ടെ. അല്ല, ഞാനും സഹായിക്കാം. ഓ വേണ്ട, വെയിലുകൊണ്ട് ശരീരം കറുപ്പിക്കണ്ട. കല്യാണത്തിന് കരിവാളിച്ചിരിക്കും. അപ്പൊ അപ്പുവേട്ടനോ? ഞാൻ കൃഷിക്കാരനല്ലേ, വെയിൽ കൊള്ളാതെ പറ്റുവോ? അപ്പുവേട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ. ഞാനും വെയിലുള്ളൂ. അതല്ലടി പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും കറുത്തിരുന്നാലേ നമ്മുടെ കൊച്ചും കറുത്തു പോവും. അത് ശരിയാ. കുട്ടി വെളുത്തിരുന്നാലേ സുസ്മിത സെൻ എന്ന് പേരിടാൻ പറ്റൂ. ഓഹോ, അപ്പൊ പേരും തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ സെലക്ട് ചെയ്ത പേരാ. കൊള്ളാവോ? ആ, സംഗതി കൊള്ളാം, പക്ഷേ ഇടാൻ പറ്റത്തില്ല. അതെന്താ? അത് ഞാൻ എന്റെ മോക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. ആദ്യം മുട്ടയെന്ന് പിരിയട്ടാ, പല്ലില്ലാത്തവനെ. മതി മതി, എല്ലാം വയ്ക്കോ. അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചില്ലേ? നടക്കില്ല മോളെ. മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോനെ എന്താ വിളിക്കാന്നറിയോ? രാജാവിന്റെ മകനെ. രാജാവിന്റെ മകനെ. അതെടാ, രാജാവിന്റെ മകൻ തന്നെയാ. നിന്റെ ഒക്കെ തന്ത. മക്കളെ, നീയൊക്കെ എന്ത് വിചാരിച്ചടാ? എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്? കുട്ടികളോ? ഇതാ കുട്ടികള്, തന്തയ്ക്ക് പറക്കാത്തോമാര്. കളചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല, എന്താ തെറ്റ്? പറഞ്ഞു വരുമ്പോ ചേട്ടൻ ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചാ അതെ. സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖല്യാതില്ല. ഇനി ജാതകം തമ്മിൽ ചേരില്ലാന്ന് പിഷാരടി പറയോ? മിണ്ടാടിയടാ, നാളെ ഞാൻ കിള്ളും. ഇനി അങ്ങനെങ്ങാനും അയാൾ പറയൂ? ഓ, നിനക്ക് എന്താടി? അയാൾ എന്തെങ്കിലും പറയട്ടെ. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? നമ്മുടെ അത്ര മനപ്പൊരുത്തമുള്ള ആരെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ കാണാൻ കിട്ടുമോ? എന്നാലും ജാതകം തമ്മിൽ ചേരില്ലാന്ന് പിഷാരടി വിധിച്ചാ ഞാൻ അയാളെ വധിക്കും. തത്വമല്ലോ ഉണ്ടോ ബോസേ? നിനക്കാര് കത്തയക്കാൻ? രാമകുടി ചേട്ടാ, ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കടാ. മുടി മുറിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാം? എന്നാ മകളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു കാണും. കൊട്ടാരത്തിൽ നിന്നാ, ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. കൊട്ടാരത്തിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ, ഇതിലൊന്ന് ഒപ്പിട്ടേ, ഓ. എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കേ. ഇപ്പൊ വേണ്ട. ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട്, അപ്പു. അവൻ തന്നെ പൊട്ടിച്ച് വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ട് ഇവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കര ഒഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു. ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നതാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര, ചോദിച്ചല്ലോ. അല്ല രാമകുട്ടി ചേട്ടാ, വാർമയെന്നുള്ളടാ. അല്ല ഓർമ്മ ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീട് നിന്ന് എങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ, അയൽ രാജാക്കന്മാര് യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിൽ അടിച്ചളിക്കാരിയായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ, നീ എന്തിനാ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തി ചെയ്യാൻ പോവല്ലേ? അതാരാണാവോ ഈ നേരത്ത്? ആ പണി നടക്കട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തിന്നോ? അതെ,
കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തിനാവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ ഞാൻ തന്നെയാ. ആ എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. അവിടെ നിറയെ ആൾക്കാരാ. ഓ വരൂ. നമുക്കെല്ലാം പോയില്ലേ? നമ്മളിനി എങ്ങോട്ട് പോകും മക്കളെ? അമ്മേ കരയല്ലേ അമ്മേ. ചേച്ചി ജപ്തി ചെയ്യുന്ന ആള് വന്നു. രാമൻകുട്ടിക്കാരനെ ജപ്തി ചെയ്ത് മാവന്റെ ഓട്ടി നിർത്തിരിക്കുക. ഇനി നിങ്ങൾ ഓരോരുത്തരായിട്ട് ജപ്തി ചെയ്യും. അമ്മേ കരയാതെ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? സത്യം പറഞ്ഞാ ഇല്ല, ഒന്നും എനിക്കങ്ങോട്ട് തലേ കയറുന്നില്ല. അപ്പൊ ഇനി എല്ലാം മഹാരാജാവ് തിരുമനസ് നേരിട്ട് വിശദമായി സംസാരിച്ചോളും. എന്നാ എല്ലാം പറഞ്ഞ പോലെ. ദേ കാർ പോണു. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എന്താ ഇയാള് പറഞ്ഞത്? അച്ഛാ എന്താ അച്ഛാ? കാര്യം എന്താന്ന് പറ. എന്താ അച്ഛാ? അച്ഛാ ബഹുത്തച്ഛാ. ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാ. ഇനി വഴിക്ക് വല്ലതും കണ്ട് പേടിച്ചു കാണുവോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒരക്ഷരം വേണ്ടിട്ടില്ല. വന്ന ഉടനെ കിടന്ന് കിടപ്പാ. ഇനി പഴയ കടത്തിന്റെ പേരിൽ കൊട്ടാരത്തിലെങ്ങാനും കെട്ടിയിട്ട് തല്ലി കാണുവോ അപ്പോയെ? ഏയ് വേദന ഒട്ടും സഹിക്കാത്ത ആളാ. ആ, എന്താ അമ്മ ഇത് ഇങ്ങനെ കരഞ്ഞ നീ കുട്ടികളെ കൂടി പേടിപ്പിക്കുന്നു? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനി അത്രേ ഉള്ളൂ. ആ പിന്നെ മായ നകത്തുമല്ലോ, കാണണമെന്ന് പറഞ്ഞു. ആ അപ്പോയി പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മോളെ, അച്ഛന്റെ പൊന്നുമോളെ, അച്ഛന്റെ മഹാഭാഗ്യ മോളെ, നീ മഹാഭാഗ്യ. എന്റെ ശ്രീപത്മനാഭ ഭഗവാനെ. ഒന്നുമില്ല മോള് വിഷമിക്കാതെ, അച്ഛനൊന്നുമില്ല. ഇനി പ്രാന്തിന്റെ വല്ല തുടക്കവും. ഛേയ്, ഞാനൊരു മരുന്ന് തരാം. അതങ്ങ് അകത്ത് ചെന്നാൽ ഇതൊക്കെ പിടിച്ചിരുത്തി നടക്കാൻ നിൽക്കും. വരിക വരിക. ആ വരൂ വരൂ, ഇവിടെ വിശ്രമിക്കാം. എന്താ അങ്ങനെ മിഴിച്ചു നിൽക്കണേ? എന്തായി കാണണേ? ആദ്യം വന്നപ്പോ ഞാനും ഇങ്ങനെ നിന്നുപോയി. ദ്വാരക ചെന്ന കുചേലന്റെ അനുഭവമായിരുന്നു എനിക്ക്. എങ്കിൽ ഒരു അവൽപ്പൊതിയുടെ കരുതായിരുന്നില്ലേ? ഏതാ ഈ കുചേലൻ? പരമേശ്വരൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാളോട് പറഞ്ഞാൽ മതി. അതെ, എന്തു ചോദിച്ചാലും തരാൻ സാക്ഷാൽ പരമേശ്വരന് മാത്രമല്ലേ കഴിയൂ. ആ വലിയ ഫലിതപ്രിയനാണെന്ന് തോന്നുന്നു. അയ്യോ അച്ഛൻ അറിയില്ലേ, ഈ ഫലിതബന്ധുക്കൾ കണ്ടുപിടിച്ചതേ ഇദ്ദേഹ. കണ്ടോ നിങ്ങള് കുട്ടിയെ കണ്ടോ? ഏയ് കാണാൻ പറ്റിയില്ല. പരമേശ്വരൻ വരുന്നുണ്ട്, ചോദിക്കാം. പരമോന എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്, ഒന്നുകൂടി അമർത്തിക്കോളൂ. ആ കുട്ടി എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഏയ് പോരാ, ആ സാധനത്തെയാണോ രാജകുമാരിയാക്കാൻ പോണത്? അതിനെ തിരുമനസ് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഓടിക്കും. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. ഏയ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എനിക്കും അതെ, ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാവരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്നാ ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടുവോ? കണ്ടു എന്ന് മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെയും ക്ഷണിക്കാം. ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണായതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക. എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം. കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് ഇത്തിരി പൊന്നും ഉടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓടണ്ട, നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പോട്ടിനോട് എങ്ങനെയാ വീട്ടേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ കടന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്റെ അല്ലേ, പിന്നെ എങ്ങനെയത് കടാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എന്തും. ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാ ഞാൻ. മധുരിക്കുന്ന അങ്ങോട്ട് ഇറക്കുക, തയ്ക്കുന്നത് അപ്പാടെ തുപ്പുക, അത്രേ വേണ്ടൂ. അപ്പൊന്റെ മായുടെയും കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. അത് ഓർക്കുമ്പോഴല്ലേ നിനക്ക് എനക്കേടുള്ളൂ. അപ്പൊ ഓർക്കണ്ട, കഴിഞ്ഞില്ലേ? ആളിയൻ ഇങ്ങനെ ആനയുടെ ദേഹത്ത് ബയക്കുവടി പൊട്ടിക്കണ പോലെ സംസാരിച്ച അങ്ങനെ. ആനയുടെ ദേഹത്തല്ല, ആളിയന്റെ ദേഹത്താ പൊട്ടിക്കേണ്ടത്. സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മഹാവാക്യം പടിവാതിക്ക് വന്ന് നിൽക്കുമ്പോ അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കൊണ്ട് കൂടിയാലോചനയ്ക്ക് നിൽക്കുക. ഉദയപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്ര കോടിയാണെന്ന് അറിയാമോ? അതിന്റെ അനന്തരാവകാശിയായിട്ടാ മായ വരാൻ പോണത്. ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടല്ല അളിയ.
ഇതൊക്കെ പറഞ്ഞ അപ്പു സമ്മതിക്കൂ? സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇങ്ങോട്ട് പറ. അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ഇനി ആഭരണത്തിന്റെ ലിസ്റ്റ് ഇടാം. വളയെത്രണം വേണം? രണ്ടെണ്ണം മതി. അയ്യേ, 2 എണ്ണം ഒന്നും പോരാ, ഒരു 10 എണ്ണം എഴുതാം. കൈ നിറച്ച് വള കിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല. ഓ, നല്ല വീതിയുള്ളൊരു മാലയും വേണം. 6-7 പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാനൊരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം. ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട. കല്യാണത്തിന് ഒരു 2 മോതിരെങ്കിലും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ, ഇതെന്താ ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം? മായക്ക് ഒരു സെറ്റ് കാതല്ലേ ഉള്ളൂ. മായേച്ചിക്കുള്ള പോലെ ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു സെറ്റ് കാതുകളുണ്ട്. എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് കമ്മല് വേണം. എന്താ ചോദിക്കാൻ അവകാശല്ലേ? ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ. എനിക്ക് നാണമില്ല. അയ്യോ, ഇനി അവകാശത്തർക്കം വേണ്ട. അപ്പൊ 3 സെറ്റ് കാത്. അല്ല, കമ്മല്. അയ്യേ, എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസമൊക്കെ? വല്യമ്മ വലിയ ഗമയിലാണല്ലോ. ഭാഗീരഥി, നീ കുട്ടികളെയും കുട്ടി അകത്തേക്ക് വെക്കോ. വാടി, വാ മക്കളെ. ഒന്നുമില്ല, വാ. എന്താ വല്യമ്മാവൻ ഈ നേരത്ത്? എന്താ വല്യമ്മാവന് വരാൻ പ്രത്യേക നേരം വല്ലതുണ്ടോ? ഇനി അമ്മയ്ക്ക് വരാനൊരു സമയം, അച്ഛന് വരാനൊരു സമയം, വായി നോക്കിക്ക് വരാൻ മറ്റൊരു സമയം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ, വലിയ ചൂടിലാണല്ലോ. അല്ല, അപ്പു എങ്ങോട്ടാ? എങ്ങോട്ടില്ല, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അതിനാണെങ്കിൽ അകത്തേക്ക് പോണമെന്നില്ല, വെള്ളം ഇങ്ങോട്ട് വരും. അതെന്താ, വന്നോട്ടെ. മായത്തിന് വെള്ളം. പിന്നെ അമ്മാവ കൊട്ടാരത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. തൽക്കാലം അപ്പു ഇരിക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യം പറയാനുണ്ട്. ശരി, ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ ആക്കണത്? താൻ കാര്യം പറയണോ വർമ്മേ? അത് പിന്നെ അത് വേണ്ട, ഞാൻ തന്നെ കാര്യം പറയാം. അപ്പു ഇങ്ങോട്ട് വന്നേ. അപ്പുവേട്ടൻ എന്തിയേ? അച്ഛ, അപ്പുവേട്ടൻ എവിടെ? അവൻ പോയി. പോയോ? നല്ല ആളാ. ആഭരണങ്ങളുടെ ഫാഷൻ കാണിക്കാൻ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. മായേ, നീ ആ കുഴമ്പ് കണ്ടെടുത്തേ. വല്ലാത്ത നടുവേദന. പിന്നെ തുളസിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചോ, ഒന്ന് കുളിക്കണം. ഒന്ന് വേഗം പാടും. അങ്ങോട്ട് കയറിക്കോ. മതി മതി മതി, വേഗം തുടങ്ങിക്കോ. എന്താ അപ്പു ഇത്? എന്തിനാ ഇതൊക്കെ? പന്തലിടാൻ. പന്തലോ? എന്തിന്? പിന്നെ പന്തലിടാതെ കല്യാണം നടത്താൻ പറ്റുമോ? അപ്പോ ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. ഞാനായിട്ടൊരു കുഴപ്പത്തിനും പോകുന്നില്ല. ആരും ഇങ്ങോട്ട് വരായിരുന്നാ മതി. തൂണൊക്കെ നല്ലോണം കുഴിച്ചിടാ. പന്തലിനൊക്കെ നല്ല ബലം വേണം. ഒരു ഉഗ്ര അടിയും വേണം നടക്കാനുള്ള. ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിടാ, അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടുവൊന്നും വേണ്ട. എന്റെ മായയുടെയും കല്യാണമേ ഈശ്വരൻ കുറിച്ചിട്ടതാ, അത് നടക്കും. അമ്മാവാ, മാവോ, അമ്മായി, അമ്മായി. എന്താ അമ്മാവാ, എന്റെ കല്യാണമാ. കല്യാണോ? അതെ, അമ്മാവൻ വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വകതിരുള്ളവനാ. നീ ഇങ്ങനെ വന്ന കാലിൽ നിന്നാ അങ്ങനെയാ? കേറിയിരിക്കേ. ഓ, വാ. ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, അതേ എളുപ്പം. അപ്പുന്റെ കല്യാണ. MAYA മയ്യേ, അത് പേരാടാ. മായയോ? നീ ആ പേരുള്ള പെണ്ണ് തന്നെ സംഘടിപ്പിച്ചല്ലോടാ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ. അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണക്കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കും അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദക്കേടാവില്ലോ എന്ന് കരുതിയാ. ഏയ്, അമ്മാവൻ വേളം വെക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണമല്ലേ അത്? നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ വല്ല കാര്യം പറയൂ. എങ്കിൽ ഞാൻ പറയാം. അയ്യപ്പ ടാക്കീസിൽ പടം മാറി, പുതിയ പടം, രാജാവിന്റെ മകൻ. അളിയൻ എന്തായി കാണിക്കുന്നേ? പടാ പോവാ. ഏയ്, ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ. നീ എപ്പോ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ. നീ ആരാന്നാടാ വിചാരം? എന്താ പൂ മായ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ലാം അവസാനിച്ചു കരുതിയില്ലണം. പുല്ല്, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും.
തടുക്കാൻ പറ്റിയെങ്കിൽ വന്ന് തടുക്കണ കോപ്പേ. നീ അങ്ങോട്ട് നടക്കാൻ ചപ്പു. ഇനി കടുങ്കൈ തന്നെ വേണ്ടി വരും. വേണ്ട, തല്ലാനും കൊല്ലാനും നിൽക്കണ്ട. ഞാൻ മായോട് എല്ലാം പറയാൻ പോവാ. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്കറിയാം. എത്ര നേരം ഞാൻ അപ്പോട്ടിനെയും കാത്തോടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? മായേച്ചി വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. വാ. അയ്യോ ഇപ്പൊ വേണ്ട, ആ കോന്തനമാവൻ പോയിട്ടില്ല. രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിൽക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി, ഉറങ്ങണില്ലേ? അപ്പുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാലും ചിലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാല് പിണക്കുണ്ടാവും. ഹേയ്, ഒരു പിണക്കവും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അപ്പോട്ടിനെ ഇവിടെ ഹാജരാക്കണ കാര്യം ഞാൻ ഏറ്റു. നീയോ? ഞാൻ ആരാണെന്ന ചേച്ചിയുടെ വിചാരം? ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണിച്ച് കിടന്നു. മായ എവിടെ? ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മായേച്ചി വിളിച്ചോണ്ടുവരാം. അയ്യോ, ചതിച്ചു. എന്താ? ആരാന്നാ ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാകത്ത്? എന്താ അളിയാ? അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണമില്ല. അമ്മോ, അമ്മോ, വാതിൽ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കണോ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. ഭ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല. ഇത് കുറെ കടന്നുപോയി അളിയാ. എന്നിപ്പോ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. വരൂ വരൂ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇയാളെ മനസ്സിലായോ? ഞാൻ പറയണ്ട പറയണ്ട, മനസ്സിലായിരിക്കണു. പ്രഭാകര ഓർമ്മയല്ലേ? പറഞ്ഞത് ശരിയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രഭാകരവർമ്മയല്ല, അദ്ദേഹത്തിന്റെ മകനാ മോഹനവർമ്മ. വലിയേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യ. അതെ. വരണം വരണം, നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിനും വളരെ നേരത്തെ. ഇരിക്കണ്ട, ഒറ്റ നോട്ടം മതി എനിക്ക് ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ മോനല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ,
എടാ ബാല നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മ ഇങ്ങോട്ട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതകം എടുത്തുകൊണ്ട് പോകുന്നു. എങ്കി പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛാ അമ്മേ വരും, നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ ആ കുട്ടി. ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്നു കേട്ടോ. കരുനാവ് വിളച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വര കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ് കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ, കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെയായി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. മൂന്ന് ചായ രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലാന്ന് തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു നാം. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ഇത്രയും ആളുകൾ എന്നും ഉണ്ടാവോ? ഏയ് അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയാറ്റാ അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ. അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയറ, ഉറങ്ങുന്നതിന് പള്ളി ഉറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി, വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ആ ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? ആ അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ 10 ഇരട്ടി ആള് വന്നാലും കൊട്ടാരത്തിന് സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. എന്താ? ഏയ് നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തില് യാതെങ്കിലും ഒരു നെത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ? നത്തോലി നിന്റെ അച്ഛൻ. എന്താ? നത്തോലി നിന്റെ തന്ത. എണിച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എടോന്റെ കാശ് തന്നില്ല. ഏയ് അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. വാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പൊ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. ഞാനുണ്ട്. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേൾക്കാനില്ല. എല്ലാവരും ഉറങ്ങിക്കാണെന്ന് തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓട്ടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റ എണ്ണം ഉറങ്ങൂല. പണ്ടാറം എപ്പ തീരും? ഇത് തീരണമെങ്കിൽ കോഴി കൂടണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായയെ കാണാനില്ലല്ലോ. ശരിക്കും നോക്കടാ. ഞാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവണില്ല. ആ കൂട്ടത്തില് മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ തിരിച്ചറിയാനാ? ഒരു ജാതി മുഖംമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തില് മായയെ കാണാനില്ല. അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു.
ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ വാ. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികളും നോക്കി തേനെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്ക വിളിച്ചു കൂകാം. കൊളമാക്കം ഒച്ച വെച്ച കൊന്നുകളയും ഞാൻ. നീ നോക്കടാ. സാമ്യമകന്നൂരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു ന്യൂനം. കാമ്യം നിനയ്ക്കുന്നാകിൽ ആഹാ ഭുജം. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം 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 എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുക. എന്റെ ഈശ്വര, ആരാ ഇവള്? അമ്പുജം, ആഹാ സത്യം പറ, ആരാടിയവൻ? അതാ എനിക്ക് അറിയേണ്ടത്. സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോണം. അവിടെ നിൽക്കണം, നിക്കടി അവിടെ. നിൽക്കണം അവിടെ. നിക്കടി അവിടെ. എടീ, നില്ലടാ അവിടെ. നില്ലടി അവിടെ. എന്താടാ ഇത്? ആരോ തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. അയ്യോ ഇതാരി. എടാ ആരാത്? എന്താ 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 എന്താ? അയ്യോ, കളൻ കളൻ. കൊട്ടാരം മൊത്തളെ ഇനി എന്താ ചെയ്യാ? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ താനായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയിലെ. ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിമ? ഈശ്വര, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ. അടിയൻ ഒന്നും പറയണ്ട, ഈ കൊട്ടാരത്തിൽ ഇത്തരം ഒരു കാര്യം തടാടെയാണ്. പൊറുക്കണം, എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി. ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു? മാത്രമല്ല, മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഒന്നും വേണ്ട, അടിയങ്ങൾ തൽക്കാലം പോയിക്കോളാം. എന്നിട്ട് പടിയേറ്റിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം. അത് തന്നെയാവും ഭേദം. എടോ, ബുദ്ധി വേണം, ബുദ്ധി. അളിയനാളിത്തിരി പെശകാണെന്ന് എനിക്കറിയാം, എന്നാലും താൻ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഈശ്വര, എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി. എടോ, താൻ എന്തിനാടോ ഇത്ര ധൃതി കൂട്ടിയത്? ആ പടിയേറ്റം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ ഞാനാ ഇവിടുത്തെ രാജാവ്. ഇപ്പൊ ഇരിക്കുന്ന രാജാവ് ഉണ്ടല്ലോ, വെറും അടിയാളൻ. പിന്നെ തലേ തുണി ഇടുക പോലും വേണ്ട, തനിക്ക് നേരെ നടക്കാം, വിലസാം. മായോട് യാത്ര പറയണ്ടേ? അടിയൻ പോയിട്ട് അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാം. മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ? വേണ്ട. അമ്മാവനും പോവാ മോളെ. എന്ത് കണ്ടിട്ടാ അളിക്കണേ? മതമിളക്കണ്ട, ഞാൻ ഇളകിയാൽ എല്ലാത്തിന്റെയും പല്ലടിച്ചു കൊഴിക്കും. അടിയോ, അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. വാ, പോവാ പോവാം. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. പോട്ടെ മോളെ. ഇങ്ങനെ കിടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ
മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്കിൽ പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ, ചക്കയും മാങ്ങിയൊന്നും എനിക്ക് വേണ്ട. വാങ്ങിയല്ലടാ പായ. ഏ? അങ്ങോട്ട് മാറിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ, നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട. ഈ കസമുണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളാന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ അതല്ല, ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ വാ അവളെ തറയി. ക്ഷേത്ര ദർശനത്തിന് പോവുകയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലല്ലെന്നുണ്ടാവൂല്ലേ? എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാര, പാണ്ഡി, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്തേ? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കൊരങ്ങനാ? ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ടിയാൻ കേറ്റും. പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോടാ നീ. എന്താ? ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട? ഇവിടെ കറന്ന് കിട്ടിയതാ. കളയടാ ഇതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടെയെങ്കിലും ആരെയും കാണാനില്ലല്ലോ. ഇവിടെ വെച്ച് അവൻ എന്റെ കഴുത്തിന് പിടിച്ചു കളിയത്. ആരാ അവൻ? ഞാൻ ആദ്യം കാണുക. എന്നാലും ഇത്രയും ധിക്കാരം ബാലിനോട് കാണിക്കാൻ മാത്രം ആരാ ഇവിടെ? ആള് ഒരു സ്ത്രീയുടെ എണ്ണച്ചാച്ചിത്രല്ലേ? സ്ത്രീയോ? അങ്ങനെ പറയരുത്. തിരുമനസിന്റെ നേർ പെങ്ങളാ അത്. ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു ഛായ ഉണ്ട് ആ ദുഷ്ടന്. ഇനി അവരുടെ മകനോ മറ്റോ? അതാകാൻ തരവില്ല. ഏയ് അതാവില്ല. മായയെ കാണാമെന്നവരൊക്കെ പോയോ? പോയി. ഇപ്പൊ മായയുടെ അടുത്ത് ആരുമില്ല. നീ ഞാൻ ചെല്ല്. നമുക്ക് നേരം വിളിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കാം. അവന്മാര് മായ ഉപദ്രവിക്കുക ഇനിയും വന്നാലോ? ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി മിക്കവാറും അവര് വരുന്നത് നമ്മൾ ഉപദ്രവിക്കാനായിരിക്കും. പട്ടിണിയും കിടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കിടന്ന് ചാകാനാണ് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തൂത്താ പോവോ? മണി, എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേര് ഇടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമോ നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്ക് മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മ്യാമന്മാരെ മനസ്സിലായ മ്യാക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കളിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ.
ഇങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ശരിക്കില്ല ഐ നോക്കി നിൽക്കാതെ നടക്കുക ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല നോം ക്ഷമിച്ചിരിക്കുന്നു അല്ല ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാനാരാ? ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ ദേ അവൻ ആര്? എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ ഒരു പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക. അങ്ങോട്ട് മാറുക. നിൽക്കുക. വീരൻ വീരൻ തന്നല്ലേ നീയെ? വലിയ മാമി, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ, വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യമ്മാമ, സ്നേഹമുള്ള വല്യമ്മാമ. 5 വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തബന്ധം എന്ന് പറയുന്നത്. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? ഈ എന്റെ സ്നേഹിതനാ മണി. മണിയും ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാളവണ്ടി. ആളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമം, അവിടെ അവന് ജോലി. ഓ, കാലാവണ്ടി കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ടട്ടോ, മോന്തക്കിട്ട് തല്ലാനിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങടൊക്കെ വരാൻ? അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ. ഇപ്പോ 10-20 വർഷമായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 23. 148 കർക്കിടകം 15 അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത്. എത്ര വട്ടം കത്തയച്ചു, ആളെ അയച്ചു, അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ. എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയില എന്നോടൊന്നും ഒളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ? പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ജയിലിൽ കിടന്നതും. അയ്യോ, അതൊക്കെ വെറുതെ ആരാണ്ട് പറഞ്ഞിട്ടാക്കിയതാണ്ടാ. ആ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കയറിയിട്ടില്ല. ദില്ലിവാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ ഈ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലോ. ഭാഗ്യം. കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ലാന്നുണ്ടോ? എനിക്കറിയില്ല. തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കിലും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. അതിശയം തന്നെ. പല മാറ്റങ്ങളും കാണുന്നുണ്ട്. മായ ഇവിടെ കാല് കുത്തിയ പിന്നെ എല്ലാം ഒന്ന് ശരിയായി വരും പോലെ. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ. പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ.
ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ തിരുവട്ടാറിലെ അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ? ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട. ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെയും നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ. വേണ്ട പോലെ എല്ലാരെയും അറിയിച്ചോളാം. എഴുതി കൊടുത്തേക്കൂ. അവൻ അങ്ങനെ പറഞ്ഞു. മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ടും പറഞ്ഞു. മായ താമസിക്കുന്നിടത്ത് രാത്രി അവൻ ചെന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു. അതിന് അവൻ എന്നെ തല്ലുകയും ചെയ്തു. മായയെ സ്വന്തമാക്കിയ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ ചൊൽപ്പടിയിലാക്കാമെന്ന് മനക്കോട്ട കെട്ടിയിട്ട് അവന്റെ വരവ്. പിന്നെ പഴയ കഥകളൊക്കെ അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ പേരിൽ ഒരു പകപോക്കൽ തന്നെ ഉണ്ടായിക്കൂടുന്നില്ല. ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി. അവൻ പോയാൽ എത്രത്തോളം പോകുന്നത് നമുക്ക് നോക്കാം. എപ്പോഴും അവന്റെ മേലൊരു കണ്ണുണ്ടാവണം. അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്നാ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ അപ്പു ഏതപ്പു? ഏതപ്പുവാടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു. എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് പാടാ. എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛനല്ല അമ്മ, വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്ക കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഞാനുണ്ട്. പൊങ്ങി നോക്കണ്ട, ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചത്. അപ്പതെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളെ. ഇനി തന്ത എങ്ങാനും വരുവോ? വരുന്നു തോന്നല്ല. കേട്ടോടത്തോളം അവനൊരു തന്തയില്ലാത്തവനാ. വീരേന്ദ്ര 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 വീരേന്ദ്രൻ തമ്പുരാനെ, തമ്പുരാനെ, വീരേന്ദ്രൻ തമ്പുരാനെ, വീരേന്ദ്ര വീരേന്ദ്ര തമ്പുരാനെ, വീരേന്ദ്ര വീരേന്ദ്ര. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ഒരു ഉഗ്രം വരട്ടിയാ അവര് വന്ന വഴി ഓടും. എങ്കിൽ വേഗം പോയി ഓടിക്കടാ. വരണു. ആരാ അത്? അറിയില്ലേ? സ്നേഹിതനാ വീരേന്ദ്രന്റെ. നീയാണോ 6-7 കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? 6-7 ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട് വർഷം 10-16ആയി. ഇത്ര ഒച്ചയെ വരട്ടെന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ വന്നാട്ടെ. കണ്ടേ എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്നെ വിട്ട് പോയില്ലേ? എന്ത് വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു. ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എടാ നീ മിണ്ടി പോരുത്. അമ്മയാണ് പോലെ അമ്മ. സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല.
സ്വന്തം മകന് നിങ്ങൾ ഒരു ഇറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കരിയാവാതിരിക്കും? തെരുവുകൾ അടക്കി പിടിക്കുന്ന ഗുണ്ടയാവാതിരിക്കും? ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ. നിങ്ങളൊരു അമ്മയല്ല, ദുഷ്ടയാണ്, ദുഷ്ട. ഞാൻ ഈ ലോകത്ത് ഒരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലല്ലോ, പിശാചാണ്, തനി പിശാച്. ആരാ ആരാ ഇവൻ? ഇതൊക്കെ പറയാൻ മാത്രം ആരാ ഇവൻ? അങ്ങനെ പറയരുത് പത്മിനി. എത്രയായാലും സ്വന്തം മോനല്ലേ. മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല, ഞാൻ ഇവരുടെ മകനുമല്ല. വീരേന്ദ്ര മതി. വീരേന്ദ്രനോ? ഇവൻ ഇവൻ വല്യമാമി, ഇവൻ മതി, ഇനിയൊക്കെ പിന്നെ പറയാം. അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. അങ്ങോട്ട് പോവുക. വീരേന്ദ്ര, ഇതിൽ ഭേദം അവളെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? അളിയാ, കളിക്ക്. മായയെ കുറ്റം പറയാൻ കഴിയില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ശരിയാവും എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏയ്, പടിയേറ്റിന് 2-3 ദിവസം കൂടി ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ? നീ സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. ഈശ്വരാ. വന്നട്ടെ. നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹിതന്റെ കാര്യം? 26-ലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനാ? എന്തേ? അല്ല, ഒരു വായ നോക്കിയാണെന്ന് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുന്റെ അത്രയും സൽസ്വഭാവിയും നല്ലവനുമായ ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ലേ? ആ, എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പു വീരേന്ദ്രനെ കാണുന്നു. സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളുടെ ചോദിച്ചു, അപ്പു അല്ലേന്ന്. അപ്പോ ഇയാളുടെ മുഖത്തുണ്ടായൊരു ഭാവപ്പേർച്ച, ഓ അവർണ്ണനീയം തന്നെ. आप एक पल के अंदर मुझे पहचान लिया? अरे वाह, मैं आपको अभिनंदन करता हूँ. ശുക്രിയ ശുക്രിയ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് अब जाते हैं. बैठो. അല്ല, അത് अरे आप दोनों बैठिए ना. आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? അച്ഛാ. അച്ഛാ അച്ഛാ. ये सब छोड़ो ना, आपका नाम कहिए. नाम नाम बताओ. വീരേന്ദ്രൻ. बैठिए ना. साले, ये वीरेंद्र को पहले कभी तू देखा है? ഈ വീരേന്ദ്രന്റെ മുമ്പ് എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അല്ല, ഇനി എന്നെ പറ്റി ഞാൻ പറയാം. എന്റെ പേര് അപ്പു. 26 ഒരു കൃഷിക്കാരൻ. ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അവൾ എന്റെ പെണ്ണ. അവളെ തിരികെ കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആരെ ബേക്കോ വീരേന്ദ്ര മേഹവും. നിക്ക്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാൻ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടോ? അതെ. എന്താ, അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ്, എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെ എന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശമായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ. എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ടി ഞാനിവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രമേ ഇപ്പൊ അതിന് കഴിയൂ. ഈശ്വര, അടുത്ത കുരിശു എത്തിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ, അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ
ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താടാ? വെള്ളം പാനി. നീ ഇത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷകൾക്ക് വിപരീതമായാണല്ലോ ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. കിരീടം എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോടീശ്വരൻ. ഇവിടുത്തെ മഹാരാജാവിനേക്കാൾ വലിയ കോടീശ്വരൻ. നിനക്കും നിന്റെ മായയ്ക്കും ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള അത്രയും പണം ഞാൻ തരും. എനിക്കൊന്നും വേണ്ട. കിരീടം എന്റെയാണ്, എനിക്ക് അവകാശപ്പെട്ടാണെന്നൊക്കെ താനല്ലേ പറഞ്ഞത്. എടുത്തോണ്ട് പോയിക്കോ. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല. അങ്ങനെ കൈയൊഴിയാറായില്ല. കിരീടവും കൊണ്ട് ഞാൻ ഈ കൊട്ടാരം വിടുന്നവരെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാ ഇനി കക്കാനെ ഞാൻ കൂട്ടുവെക്കണോ? വേണം. നീ എന്താടാ വിചാരിച്ച് ഞാൻ നിന്റെ കളിത്താളിയാണോ? എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? വീരേന്ദ്രജി അപ്പോ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. നീ ഇവന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അവസാന നിമിഷം കൊണ്ട് കലടക്കരുത്. ഇല്ലടാ, ഇനി ഇതിനെ കൂട്ടുകയെന്നാൽ ശരിയാവില്ല. ഞാൻ എല്ലാം രാജാവിനോട് തുറന്നു പറയാൻ പോവാ. ആ മനുഷ്യനെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്തും മണ്ടത്തരടാ നീ പറയണേ. എല്ലാം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവണം നിനക്കറിയോ? എന്ത് വേണമെങ്കിൽ ഉണ്ടാവട്ടെ, ഈ കള്ളനെ കൂട്ടുവെക്കുന്നതിലും ഭേദാ. നിന്നെ ഒന്നു കളയുന്നൊന്നും ഞാൻ പറയില്ല. ചത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേദനിക്കില്ലല്ലോ. ചാവുമ്പോഴുള്ളതിനൊക്കെ വലിയ വേദന നിനക്ക് ഞാൻ തരും. എന്നെ ചതിച്ച നിന്റെ മായയായിരിക്കും ഈ തോക്കിനിരയാവുന്നത്. ഇറങ്ങ ഇറങ്ങ വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ. അയ്യോ, എന്താടാ? പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ? നമുക്ക് എന്താ? തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കും. കുഞ്ഞുനാളിലെ ഉള്ള ശീല. അമ്മ എന്തേ? മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു. ആ എല്ലാരും എത്തിയല്ലോ. വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. മായ തമ്പുരാട്ടി ഇപ്പൊ വരും. മായ എവിടെ പോയി? പത്മിനി തമ്പുരാട്ടിയുടെ കൂടെ പോയിരിക്കുക. നീ എന്തിനാ കുറ്റിയടിച്ചു പോലെ നിൽക്കണേ? എന്നെ കുറ്റിയടിച്ചോട് നിർത്തിയിരിക്കുക വീരേന്ദ്രൻ തമ്പുരാൻ. രാവും പകലും മായ തമ്പുരാട്ടിക്ക് കാവല് നിന്നിലേക്ക് കൊന്നുകളയുന്ന വീരേന്ദ്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആരാ ഇത് ഈ വീരേന്ദ്രൻ തമ്പുരാൻ? പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. ആരാ ഈ പപ്പിനി തമ്പുരാട്ടി? വീരേന്ദ്രൻ തമ്പുരാന്റെ അമ്മ. എടാ കഴുതേ, ഈ പത്മിനി തമ്പുരാട്ടിയും വീരേന്ദ്രനൊക്കെ ആരാന്നാ ചോദിച്ചേ? അയ്യോ അതറിയില്ലേ? അവരമ്മയും മകനുമാ. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ? എടോ നിന്നുണ്ടല്ലോ, ഈ പടിയേറ്റൊന്നോട്ട് കഴിഞ്ഞോട്ട് എന്റെ ചവിട്ടേറ്റ് നീ ചാവും. അതിനു മുമ്പ് ഇടിവെട്ടായിട്ട് ചാവാതെ നോക്കിക്കോ. എന്റെ അത് കരുതാവാ. കരിദേഹം എന്ന് പറയുന്ന ആവും ശരി. ആലീൻ ഇങ്ങോട്ട് വരൂ. ഇവനോടൊക്കെ സംസാരിച്ച് നാവിന് വാദം പിടിപ്പിക്കുന്ന എന്തിനാ? അവള് വരട്ടെ, അവളോട് എന്നെ ചോദിക്കാം. നേരാ വാ. എന്തായി? എല്ലാം ശരിയായിടാ. ഞാൻ മായയെ കണ്ടു. അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം. ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ നീ വേഗം പോയി വണ്ടി അറിയിച്ചി. പിന്നെ എന്റെ 2-3 ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ ഒന്ന് വേഗം പോടാ. അല്ല രാജാവെന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെ ഇരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ. പാടാ. അല്ല വീരേന്ദ്രനല്ല ഞാനിവിടെ വന്നിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? എടാ എന്ത് ഉദ്ദേശം? ഒച്ച വെക്കരുത്. ഒന്നുകളയും ഞാൻ. കേറിപ്പോ, കേറിപ്പോവാൻ. വീരേന്ദ്ര